കഥക് തുറക്കുന്നോ അതോ ഞാൻ ചവിട്ടി പൊളിക്കണോ? എടി ആൻസി, നിന്നോടാണ് ചോദിച്ചത്. ലഹരിയിൽ കുഴഞ്ഞ വാക്കുകൾ. അമ്മയും പെൺമക്കളും ഞെട്ടി വരച്ച് നിൽക്കുകയാണ്. അതിനേക്കാൾ ഭയസംഭ്രമങ്ങളാണ് ചാക്കോച്ചേട്ടന്റെ മുഖത്ത്. ആരും ചലിക്കുകയോ ശബ്ദിക്കുകയോ ചെയ്യുന്നില്ല. കരി പിടിച്ച റാന്തൽ വിളക്കിനരികിൽ അവർ തൊട്ടു തൊട്ടു നിൽക്കുകയാണ്. അമ്പരപ്പും വിസ്മയവും മൂലം റൂബിൾ വീർപ്പടക്കിയിരുന്നു. സംഭവം എന്തെന്ന് അയാൾക്ക് ഒരു പിടിയും കിട്ടിയില്ല. വീടിനു വെളിയിൽ നിന്ന് ഒരുത്തൻ ചീത്ത വിളിക്കുന്നു. വീട്ടിനുള്ളിൽ വിളക്ക് കൊളുത്തിവെച്ച് കുടുംബാംഗങ്ങൾ വിറച്ചു നിൽക്കുന്നു. ഇതെന്ത് കഥ? ആ തെമ്മാടിക്കും ഇവർക്കും തമ്മിൽ എന്താണ് ബന്ധം? ചീത്തവിളിയുടെ ഡിഗ്രി കൂടി. അമ്മ പെങ്ങന്മാർക്ക് സഹിക്കാനാവാത്ത നാറുന്ന പദങ്ങൾ. ഒപ്പം കഥകിൽ തൊഴിയും തുടങ്ങി. റൂബിളിന്റെ സഹനശേഷിയുടെ അവസാനത്തെ ഇഴയും പൊട്ടി വീണു. ഇടവാതിൽ കടന്ന് അയാൾ ചാക്കോച്ചേട്ടന്റെ അടുത്തെത്തി പതുക്കെ ചോദിച്ചു, അവൻ ഏതാ? നിങ്ങൾക്ക് തമ്മിൽ എന്താ ബന്ധം? ഞങ്ങൾക്ക് തമ്മിൽ ബന്ധമൊന്നുമില്ല. ബ്രോക്കർ മത്തായി എന്നാ അവന്റെ പേര്. ഈ സ്ഥലത്തിന്റെ ഒരു ഭാഗം വിൽക്കാൻ സഹായിച്ചത് അവനാ. അത് മുതൽ ഇവിടെ വരാൻ തുടങ്ങി. ഒടുവിലായപ്പം ആൻസിയെ കെട്ടണമെന്ന് പറഞ്ഞു. അവൻ പോക്രി ആയതുകൊണ്ട് ഞാൻ നയത്തിൽ നിന്നു. ഇപ്പം വലിയ ശല്യമായി തീർന്നിരിക്കുകയാണ്. വെള്ളം അടിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ ചീത്ത വിളിക്കും. കഥക് തുറക്കാതിരുന്നാൽ മതി, കുറച്ച് കഴിഞ്ഞ് സ്ഥലം വിട്ടോളൂ. വിക്കിയാണ് ചാക്കോച്ചേട്ടൻ അത്രയും പറഞ്ഞത്. ഇവിടെ വേറെ എത്ര വിളക്കുണ്ട്? റൂബിൾ ചോദിച്ചു. 2 റാന്തലും 2 ഓട്ടുവിളക്കും പിന്നെ ഒരു തകര വിളക്കുമുണ്ട്. എന്നാൽ അതെല്ലാം കത്തിക്ക്. എന്തിനാ മോനെ? ഭീതിയോടെ അന്നമ്മച്ചേട്ടത്തി ചോദിച്ചു. ഞാൻ വാതിൽ തുറക്കാൻ പോവുകയാണ്. തിണ്ണയിലും മുറ്റത്തും ശരിക്ക് വെട്ടം കിട്ടത്തക്ക വിധം നിങ്ങൾ വിളക്ക് വെക്കണം. അവനോട് ഞാൻ സംസാരിക്കാം. 2 എണ്ണം കൊടുക്കുകയും ചെയ്യാം. അയ്യോ വേണ്ട മോനെ, അവൻ ഗജപോക്രിയാ. നാളെ ആളിനെ കൂട്ടിക്കൊണ്ടുവന്ന് അവൻ നമ്മളെയെല്ലാം തല്ലും. ഈ വീടിന് തീയും വെക്കും. അന്നമ്മച്ചേടത്തി ഈയൽ പോലെ വിറച്ചു. ചേട്ടത്തി പേടിക്കാതിരിക്കെ. പേടിക്കുന്നത് കൊണ്ടാണ് ഈ ഊച്ചാളിയൊക്കെ എന്ത് തെമ്മാടിത്തരവും കാണിക്കാൻ തയ്യാറാകുന്നത്. പണക്കാരന് പണത്തിന്റെ അഹന്തയാണെന്ന് വിചാരിക്കാം. അത്താഴപ്പട്ടിണിക്കാരനായി ഇവനൊക്കെ പോക്കൃത്തരം കാണിക്കുന്നതോ? പാവപ്പെട്ടവനെ ദ്രോഹിക്കുക. എന്തു വന്നാലും അത് സമ്മതിച്ചു കൊടുക്കരുത് ചേട്ടത്തി. കോപം കൊണ്ട് റൂബിളിന്റെ കണ്ണുകൾ ചുവന്നു. ആൻസിക്ക് പെട്ടെന്നൊരു ഉശിരു തോന്നി. അവൾ വേഗം വിളക്കുകളെല്ലാം കത്തിച്ചു വെച്ചു. എല്ലാവരും തയ്യാറായി. പൊടുന്നനെ വീടിന്റെ വാതിലുകളെല്ലാം ഒരേയൊപ്പം തുറക്കപ്പെട്ടു. തിണ്ണയിലും മുറ്റത്തും നിറഞ്ഞ വെളിച്ചം. അത്രയും നേരം ഉച്ചത്തിൽ ചീത്ത വിളിച്ച ബ്രോക്കർ മത്തായി പെട്ടെന്ന് നിശബ്ദനായി. തന്റെ കനത്ത മീശയിൽ തടവിക്കൊണ്ട് അയാൾ ഓരോരുത്തരെയും മാറി മാറി നോക്കി. ഒടുവിൽ അയാളുടെ നോട്ടം റൂബിളിന്റെ മുഖത്ത് തറഞ്ഞു നിന്നു. നീ ഏതാടാ? ഗർജന പോലെയായിരുന്നു ആ ചോദ്യം. ഞാൻ എൻ്റെ അപ്പന്റെ മകൻ. പക്ഷേ അതറിഞ്ഞിട്ട് നിനക്കെന്താടാ കാര്യം? എന്നെ നീ കളിയാക്കുകയാണോ? മത്തായി മീശ വിരിച്ചു. രാത്രിക്ക് വീട്ടിൽ കയറി വന്ന് പൂക്കൃത്തരം കാണിക്കുന്ന നിന്നെ കളിയാക്കുകയല്ല, കാലെ വാരി അടിക്കുകയാണ് വേണ്ടത്. എന്നാൽ അതൊന്ന് കാണട്ടെ, നിന്റെ ആ കാല് വാരി അടിക്കല്. മത്തായി ശരിക്കും ഒന്ന് മടക്കി കുത്തി. ഷർട്ടിന്റെ കൈകൾ തെറുത്ത് കയറ്റി മുമ്പോട്ടെടുത്തു. തിണ്ണയിലാണ് റൂബിൾ നിന്നിരുന്നത്. ഇറയുത്തരത്തിൽ തൂങ്ങിയാടി അയാൾ ബ്രോക്കറുടെ നെഞ്ചിൽ തന്നെ ആഞ്ഞൊരു ചവിട്ട് കൊടുത്തു. മിന്നൽ വേഗതയിലായിരുന്നു ആ പ്രവൃത്തി. മുന്നോട്ടെടുത്ത മത്തായി പിന്നിലേക്ക് മലർന്നു വീണു. അയാൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നതിന് മുമ്പ് റൂബിൾ മുറ്റത്തേക്ക് ചാടി. മത്തായിയുടെ 2 കാലുകളും കൂട്ടിപ്പിടിച്ചുയർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു. ആ തെമ്മാടിയെ മുറ്റത്തെ ചരലിലൂടെ വലിച്ചു. മത്തായിയുടെ ഷർട്ടും പുറത്തെ തൊലിയും ഒരുപോലെ കേടുപാടിലായി. എന്റെ കാലേന്ന് വിടുവോ? ദയനീയമായ യാചന. എടാ ബ്രോക്കറെ, ക്രിസ്തുവിനേക്കാൾ മര്യാദക്കാരനായിരുന്നു ഞാൻ. കൊല്ലാനും മരിക്കാനും എനിക്ക് തൻ്റെ ഇടം ഉണ്ടാക്കി തന്നത് നിന്നെ പോലുള്ള ദ്രോഹികളാണ്. ഇനി നീ ചാക്, ഈ കുടുംബം രക്ഷപ്പെടട്ടെ. റൂബിളിന്റെ സ്വരം കൂടുതൽ ക്രൂരമായി. മോനെ മതി, അയാളെ വിട്ടേക്ക്. പെട്ടെന്ന് ചാക്കോച്ചേട്ടൻ പറഞ്ഞു. വിട്ടാ ഇവൻ വീണ്ടും വരും. പാമ്പിനേക്കാൾ വിഷമുള്ളവനാണ് ഇവനൊക്കെ. ഇനി ഞാൻ വരത്തില്ലേ, എന്നെ വിടുവോ? ബ്രോക്കർ കരയുമെന്നായി. സത്യമാണോ താൻ പറയുന്നത്? പുണ്യാളന്മാരാണ് സത്യം. റൂബിൾ അയാളുടെ കാലുകൾ സ്വതന്ത്രമാക്കി. ഉള്ള ജീവനും കൊണ്ട് മത്തായി സ്ഥലം വിട്ടു. എന്റെ നെഞ്ച് പടപടാ ഇടിക്കുക, ലിൻസി പറഞ്ഞു. എനിക്ക് പേടിയാ. നാളെ ഇനി അവൻ എന്തൊക്കെ നാശങ്ങളാണോ ഉണ്ടാക്കാൻ പോകുന്നത് കർത്താവിന് മാത്രം അറിയാം. അന്നാമ്മച്ചേടത്തി ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കി. റൂബിളെ, നമ്മൾ തമ്മിൽ പരിചയമായത് എൻ്റെ മക്കളുടെ ഭാഗ്യം, ചാക്കോച്ചേട്ടൻ പറഞ്ഞു. നാള് കുറേയായി ആൻസി ഈ കാലമാടിനെ പേടിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. ചിലപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ലൊരു വെട്ടുകത്തിയെടുത്ത് അവൻ്റെ തലയങ്ങ് കോതിയാൽ എന്തെന്ന്. പക്ഷേ എൻ്റെ പെമ്പിളേ മക്കളും അനാഥരാകുമല്ലോ എന്ന് ഓർക്കുമ്പോൾ
ഞാൻ ക്ഷമിക്കും. നല്ലവനെ കൊന്നാലും തെമ്മാടിയെ കൊന്നാലും നമ്മുടെ നാട്ടിൽ ശിക്ഷ ഒരുപോലല്ലേ? ഇപ്പം എനിക്കൊരു സമാധാനമായി. എൻ്റെ കണ്ണീര് കണ്ടിട്ട് ദൈവം അയച്ചതാണ് നിന്നെ. അടുത്ത കൊല്ലം നമ്മൾക്ക് ഒരുമിച്ച് വേണം പാറേപ്പള്ളി പെരുന്നാൾ കൂടാൻ. ആൻസിയുടെ ആരാധന കലർന്ന നോട്ടം ഇടയ്ക്കിടെ റൂബിളിന്റെ നേർക്ക് നീളുന്നുണ്ടായിരുന്നു. ലിൻഷിയുടെ കണ്ണുകളും ധീരനായ ആ ചെറുപ്പക്കാരനെ തൊട്ടുഴിഞ്ഞുകൊണ്ടിരുന്നു. റൂബിൾ പക്ഷേ അതൊന്നും ശ്രദ്ധിച്ചില്ല. മനുഷ്യർ എന്തുകൊണ്ട് ഇങ്ങനെ ദ്രോഹികളും പാപികളുമായി തീരുന്നു എന്ന് ചിന്തിക്കുകയായിരുന്നു അയാൾ. ഇടത്തലയിൽ ഒരു അവറാച്ച മുതലാളി, ഇവിടെ ഒരു ബ്രോക്കർ മത്തായി, ഇനി മറ്റൊരു സ്ഥലത്ത് ചെന്നാൽ അവിടെയും കാണും ഏതെങ്കിലും ഒരു നരാധമൻ. ഇവർക്കൊക്കെ മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയാത്തത് എന്താണ്? ഇവരുടെയൊക്കെ മനസ്സുകളിൽ നിന്നും ഇനി എന്നാണ് ചെകുത്താൻ കുടിയൊഴിയുന്നത്? എടീ അന്നമ്മേ, 2 ഗ്ലാസ് കട്ടൻ തിളപ്പിക്കടി. ഇന്നിനി ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആ മത്തായി വല്ല പന്നിപ്പടക്കം കൊണ്ട് ഏത് നേരത്തെ കയറുമെന്നൊന്നും അറിയില്ല, ചാക്കോച്ചേട്ടൻ പറഞ്ഞു. ഒരു കഷ്ണം ഗാലിപ്പുകയില വായിലിട്ട് അയാൾ തിണ്ണയിൽ വന്നിരുന്നു. നിങ്ങൾ കിടന്ന പിള്ളേരെ, അന്നമ്മച്ചേർത്തി മക്കളോട് നിർദ്ദേശിച്ചു. പിന്നെ അവർ അടുപ്പിൽ തീ കൂട്ടി കാപ്പിക്ക് വെള്ളം വെച്ചു. ആൻസിയും ലിൻഷിയും കിടന്നു. പക്ഷെ അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. രണ്ടുപേരുടെയും മനസ്സിനുള്ളിൽ റൂബിൾ പുഞ്ചിരി തൂകി നിൽക്കുകയായിരുന്നു. ആ ലാവണ്യവതികൾ തലണയിൽ മുഖം ചേർത്ത് കിടന്ന് നിറമുള്ള സ്വപ്നങ്ങൾ നെയ്തു. തിണ്ണയിൽ റൂബിളും ചാക്കോച്ചേട്ടനും തമ്മിൽ സംസാരിച്ചിരിക്കുകയാണ്. അന്നമ്മച്ചേടത്തി കട്ടൻ കാപ്പി തയ്യാറാക്കി കൊണ്ടുവന്നിട്ട് അവരുടെ സംഭാഷണത്തിൽ ചേർന്നു. എടി, നിനക്കിപ്പം മനസ്സിലായോ റൂബിള് കുടുംബത്തിൽ പിറന്നവനാണെന്ന്? ഈ കൊച്ചനെ എവിടെ നിർത്താമെന്ന് ഞാൻ പറഞ്ഞപ്പോ നീ എന്നെ തല്ലിക്കൊല്ലാനല്ലേ വന്നത്? ചാക്കോച്ചേട്ടൻ ചോദിച്ചു. ഓ, സമ്മതിച്ചു പൊന്നെ, നിങ്ങൾക്ക് എന്നേക്കാ ബുദ്ധിയുണ്ട്, അന്നമ്മ തോറ്റുകൊടുത്തു. ദൂരെ മലഞ്ചെരുവിൽ ചുവപ്പിന്റെ ഒരു പ്രളയം കണ്ടു. അതെന്താണ് ആ കാണുന്നത്? റൂബിൾ ചോദിച്ചു. കാട് വയക്കി തീയിട്ടിരിക്കുന്നതാണ് മോനെ, കൃഷിക്ക്. നെല്ല് വിതച്ചാ 100 മേനി വിളയും, ചാക്കോച്ചേട്ടൻ പറഞ്ഞു. നേരം വെളുക്കുമ്പോ മോൻ ഈ പറമ്പിൽ ഇറങ്ങി നോക്ക്. വാഴയൊക്കെ വളരുന്നത് പന പോലെയാ. ചേമ്പും ചേനും ഒക്കെ നട്ടാല് നാട്ടിലുള്ളതിന്റെ 10 ഇരട്ടി ഫലം കിട്ടും. പക്ഷേ പണിയെടുക്കാൻ ആള് വേണം. സംസാരിച്ചിരുന്ന് നേരം കുറെ കഴിഞ്ഞു. ഒരു മത്തായിയും കാണുന്നില്ല, നമുക്കിനി കിടക്കാം. അന്നമ്മച്ചേടത്തി എഴുന്നേറ്റു. എല്ലാവരും വാതിലടച്ച് കിടന്നു. ഒരു റാന്തൽ വിളക്ക് തിരി താഴ്ത്തി വെച്ചിരുന്നു. 2 സെല്ലിന്റെ ഒരു ടോർച്ചുള്ളത് ചാക്കോച്ചേട്ടൻ റൂബിളിനെ ഏൽപ്പിച്ചു. പെമ്മക്കൾ രണ്ടുപേരും അപ്പോഴും ഉറങ്ങിയിരുന്നില്ല. ആൻസി ഒന്നുണ്ട് നെടുവീർപ്പെട്ടു. ലിൻഷിയും ദീർഘമായി നിശ്വസിച്ചു. നീ ഉറങ്ങിയില്ലേടി? ആൻസി ചോദിച്ചു. ചേച്ചിയും ഉറങ്ങിയില്ലല്ലോ, ലിൻഷി പറഞ്ഞു. ആ രാത്രി അവസാനിച്ചു. കാട്ടുപൂവുകളുടെ നറുമണവുമായി പുലരിക്കാറ്റ് വീശി. പകൽവെട്ടം ഭൂമിയിൽ പരന്നു. 8 മണിയായപ്പോൾ റൂബിളിനെയും കൂട്ടിക്കൊണ്ട് ചാക്കോച്ചേട്ടൻ പറമ്പിലാകെ ഒന്ന് ചുറ്റി നടന്നു. വാഴയും കപ്പയും അല്ലാതെ കാര്യമായ കൃഷികളൊന്നുമില്ല. ഇവിടെ വന്ന കാലത്ത് കാപ്പിയോ റബ്ബറോ വെച്ചിരുന്നേ ഞാനും ഇപ്പൊ ചെറിയ പണക്കാരനായനെ. എന്തു ചെയ്യാം മോനെ, കാലക്കേടിന് കുരുമുളക് കൃഷിക്കാ മനസ്സ് തോന്നിച്ചത്. ഇപ്പം കൊടിയെല്ലാം നശിച്ചു. ചാക്കോച്ചേട്ടനോട് സത്യം പറയാം, എനിക്ക് ഈ കൃഷിയെക്കുറിച്ചൊരു ഗ്രാഹ്യവുമില്ല. കായലോരത്ത് 5 സെന്റ് ഭൂമിയാണ് എനിക്ക് ആകെയുള്ള സ്വത്ത്. അതിലെ ആദായം മണ്ടയില്ലാത്ത 3 കിഴവൻ തെങ്ങുകളും തൂമ്പ കൈകൊണ്ട് തൊട്ടിട്ടില്ല. ആരും ഒന്നും പഠിച്ചോണ്ടല്ലോ മോനെ ഭൂമിയിലോട്ട് വരുന്നത്. ഞാൻ എല്ലാം നിനക്ക് മനസ്സിലാക്കി തരാം. പിന്നെ ഒരു കാര്യം, കൂലിപ്പണിയായിട്ട് വേണ്ട, കൃഷി കഴിഞ്ഞ് നമുക്ക് ആദായം പങ്കുവെച്ചെടുക്കാം. എന്താ, സമ്മതമാണോ? എല്ലാം ചാക്കോച്ചേട്ടൻ്റെ ഇഷ്ടം പോലെ. എത്ര നാൾ ജീവിക്കാൻ കഴിയുമെന്ന് ദൈവത്തിനല്ലേ അറിയൂ. അതെന്താ റൂബിളെ നീ അങ്ങനെ പറഞ്ഞത്? മനുഷ്യരുടെ കാര്യമല്ലേ ചാക്കോച്ചേട്ടാ, എപ്പോഴാ ഏത് നേരത്താ ഒരാവശ്യത ഉണ്ടാകുന്നതെന്ന് ആർക്കറിയാം. അത് ശരിയാ മോനെ, ഉള്ള സമയത്തിന് നമ്മൾ ദൈവോപായത്തോടെ ജീവിക്കണം. അപ്പച്ചാ, റൂബിളി ചേട്ടാ, കാപ്പി കുടിക്കാൻ വന്നാട്ടെ, ലിൻഷി വിളിച്ചു. വിളിച്ചത് അവളാണെങ്കിലും കൈ കഴുകാൻ വെള്ളമെടുത്തു വെച്ചതും കാപ്പി വിളമ്പിയതും ആൻസിയാണ്. റൂബിളിന് രണ്ടുപേരുടെയും മുഖത്തു നോക്കാൻ സങ്കോചം തോന്നി. ആരെയും കാണാത്ത മട്ടിലിരുന്ന് അയാൾ കാപ്പി കുടിച്ചു. അന്നമ്മച്ചേടത്തി അടുത്ത് നിന്ന് ഒരമ്മയുടെ വാത്സല്യത്തോടെ അയാളോട് പലതും സംസാരിച്ചു. ഒരൊറ്റ ദിവസം കൊണ്ട് റൂബിൾ ആ കുടുംബത്തിലെ പ്രധാനപ്പെട്ട അംഗമായിരിക്കുന്നു. വേലക്കാരനാവാൻ വന്നവൻ വീട്ടുടമസ്ഥനായതുപോലെ. 6-7 ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ഞായറാഴ്ച ചാർത്തിലെ കട്ടിലിൽ വിശ്രമിക്കുമ്പോൾ അയാളുടെ അടുത്തേക്ക് ആൻസി വന്നു. റൂബിളിന് കുറച്ചൊരു പരിഭ്രമം തോന്നി. അയാൾ മുഖം കുനിച്ചു. എന്താ, പെൺകുട്ടികളുടെ മുഖത്ത് നോക്കില്ലെന്ന് റൂബിളി ചേട്ടൻ സത്യം ചെയ്തിട്ടുണ്ടോ? ആൻസി ചോദിച്ചു. മോളെ, എനിക്ക് നല്ല കാര്യമായി. ബ്രോക്കർ മർത്തായി അടിച്ചു വീഴ്ത്തിയ ധീരനാണോ എന്നെപ്പോലൊരു പൊട്ടി പെണ്ണിന്റെ മുമ്പിലിരുന്ന് വിയർക്കുന്നത്? അവൾ കിലുകിലെ ചിരിച്ചു. അയാൾ മുഖം ഉയർത്തി നോക്കി. അന്തിവെളിച്ചത്തിന്റെ പൊന്നിറമുള്ള കവിൾ തടങ്ങൾ, നനവ് തോന്നിക്കുന്ന ചുവന്ന അതരങ്ങൾ.
പണ്ട് കണ്ടിരുന്ന ഏതോ സ്വപ്നങ്ങളിൽ ഇത്തരം ഒരു മുഖമുണ്ടായിരുന്നു. അരുത്. അയാൾ പെട്ടെന്ന് മനസ്സിനെ മറ്റൊരു വഴിക്ക് തിരിച്ചുവിട്ടു. കാവൽക്കാരൻ കവർച്ച ചെയ്യരുത്. എൻ്റെ ചോദ്യത്തിന് ഉത്തരം തന്നില്ല. അവൾ ഓർമ്മിപ്പിച്ചു. മോളെ, ജീവിതം എന്നെ പഠിപ്പിച്ചത് ജീവിതം പഠിപ്പിച്ചതൊന്നും റൂബിളി ചേട്ടൻ പറയണ്ട. ഈ കാട്ടിൽ കിടന്ന് ഞങ്ങൾ അനുഭവിച്ചതിൻ്റെ 10-1 ദുരിതം നിങ്ങൾ ആരും അനുഭവിച്ചു കാണില്ല. ഞങ്ങൾ ചിരിക്കുന്നതും പേടിയില്ലാതെ സംസാരിക്കുന്നതും ഇപ്പോഴാണ്. ദയവ് ചെയ്ത് ഞങ്ങൾ അന്യരായി കരുതരുത്. പരിഭവത്തോടെ ആൻസി അടുക്കളയിലേക്ക് പോയി. റൂബിൾ തൂമ്പയെടുത്ത് പറമ്പിലേക്ക് ഇറങ്ങി. ഓമനത്തമുള്ള ഒരാട്ടിൻകുട്ടിയുമായി ലിൻഷി അവിടേക്ക് വന്നു. റൂബിൾ ചേട്ടാ, ഇവയ്ക്ക് എന്ത് പേരിടണം? ഷിൻലി എന്നിട്ടാ മതി. ഷിൻലിയോ? അതെന്ത് പേരാണ്? ലിൻഷിക്കുള്ള ഗുണങ്ങളൊക്കെ അതിനുമുണ്ട്. ഓ, ആള് ഭയങ്കരനാണല്ലോ. എൻ്റെ പേരിന്റെ അക്ഷരങ്ങൾ തിരിച്ചിട്ടു അല്ലേ? അവൾ ഉറക്കെ ചിരിച്ചു. പിന്നെ BA-കാരനാണെന്ന് അപ്പച്ചൻ പറഞ്ഞു, ശരിയാണോ? അവൾ ചോദിച്ചു. നിങ്ങളുടെ അപ്പച്ചൻ BA-കാരനാണോന്ന് ഞാൻ എങ്ങനെ അറിയുന്നത്? ഷോ, അതല്ല ചോദിച്ചത്. റൂബിൾ ചേട്ടൻ BA-കാരനാണോന്ന്. ഹാ, ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. കോളേജിൽ പോയ സമയത്തിന് കുഞ്ചു പിടിക്കാൻ ഇറങ്ങിയിരുന്നെങ്കിൽ 10 കാശുണ്ടാക്കാമായിരുന്നു. ഇവിടെ വന്ന് ഇപ്പൊ ഈ തൂമ്പ എടുത്ത് കൈവെള്ള പൊട്ടിക്കേണ്ടി വരില്ലായിരുന്നു. ഏതായാലും മോള് പോ, ഞാൻ വാഴയൊന്ന് പിരിച്ചു വെക്കട്ടെ. അപ്പോൾ വീട്ടുമുറ്റത്ത് ആരുടെയോ ഉറക്കെയുള്ള സംസാരം കേട്ടു. അട്ടഹാസങ്ങളും പോർവിളികളും. അത് വാറ്റുവാസവും മിന്നൽ ജബാറും ഒക്കെയാണ്. ബ്രോക്കർ മത്തായിയുടെ കക്ഷികളാ, ലിൻഷി പേടിയോടെ പറഞ്ഞു. കയ്യിലിരുന്ന തൂമ്പയുമായി റൂബിൾ അങ്ങോട്ട് ഓടിയെടുത്തു. 4 മുട്ടാളന്മാരുടെ മുമ്പിൽ ചാക്കോച്ചേട്ടൻ വിറച്ചു നിൽക്കുന്നതാണ് അയാൾ കണ്ടത്. അന്നമ്മച്ചേട്ടത്തിയും ആൻസിയും നിലവിളി അടക്കി സംഭീതരായി തിണ്ണയിലുണ്ട്. നീയാണോടാ ഇവിടുത്തെ പുതിയ താമസക്കാരൻ? കൂട്ടത്തിൽ കൂടുതൽ കരുത്തുള്ള ജബ്ബാർ ചോദിച്ചു. വർത്തമാനം പറഞ്ഞു നിൽക്കാതെ കുത്തി കീറടാ അവനെ. മാറ്റുവാസു എളിയിൽ നിന്നും കടാര ഊരി. എല്ലാവരും ഒരുമിച്ച് അലർച്ചയോടെ റൂബിളിന്റെ നേർക്കടുത്തു. ചോര മരവിപ്പിക്കുന്ന നിമിഷങ്ങൾ. ചാക്കോച്ചേട്ടനും ഭാര്യയും മക്കളും അലറിക്കരഞ്ഞു. മലമടക്കുകളിൽ തട്ടി ആ കരച്ചിൽ പ്രതിധ്വനിച്ചു. ഒരുത്തരും അവിടേക്ക് ഓടി വന്നില്ല. കുരുത്തിക്കളത്തിൽ പാഞ്ഞു കയറി തല കളയാൻ അയൽവാസികൾ ആരും തയ്യാറായില്ല. അതിരാവിലെ തന്നെ ബ്രോക്കർ മത്തായി ഓരോരുത്തരോടും നടന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൂക്ഷിച്ചോണം, ഇന്ന് ആ വീട്ടിൽ പലതും നടക്കും. ചാക്കോയും അവന്റെ പെൺമക്കളും തലയില്ലാതെ കിടന്ന് പിടയ്ക്കും. അവിടെ പൂർത്തിക്ക് വന്നവനും തുണ്ടമാവും. ജീവനിൽ കൊതിയുള്ളവരാരും ഒച്ച കേട്ട് അങ്ങോട്ട് പോയേക്കരുത്. അയൽ വീടുകൾ ഒന്നിന്റെ തിണ്ണയിൽ ബ്രോക്കർ മത്തായി ചെവിയോർത്തിരുന്നു. പുറത്തെ തൊലിയുരിഞ്ഞ മുറിപ്പാടിന്റെ വേദനയിൽ അയാൾ ഇടയ്ക്കിടെ മുഖം ചുളിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും തനിക്ക് വേണ്ടി തന്റെ കൂട്ടാളികൾ പകവിട്ടുന്നതിന്റെ ആത്മസംതൃപ്തി അയാളിൽ ആനന്ദമായി പതഞ്ഞുയർന്നുകൊണ്ടിരുന്നു. പക്ഷേ ചാക്കോച്ചേട്ടന്റെ മുറ്റത്ത് നടന്നത് മത്തായിയുടെ കണക്കുകൂട്ടലിന് നേരെ വിപരീതമാണ്. ശത്രുസംഘത്തിന് നേർക്ക് ഒരു കൊടുങ്കാറ്റിന്റെ കരുത്തോടെയാണ് റൂബിൾ ചീറി അടുത്തത്. തൂമ്പ ഉയർത്തി വീശി ആ ചെറുപ്പക്കാരൻ അടിച്ച അടി ജബ്ബാറിനിട്ടാണ് ആദ്യമേറ്റത്. തോളിൽ തകർന്ന് ഒരലർച്ചയോടെ അയാൾ മുറ്റത്തേക്കിരുന്നു. വാറ്റുവാസുവിന്റെ വലതു കൈയിലിരുന്ന കടാര അടിയേറ്റ് തെറിച്ചുപോയി. ആ തെമ്മാടിയുടെ മണിക്കണ്ഠം നുറുങ്ങി. കലി കയറിയ റൂബിളിന് മുമ്പിൽ നോട്ടമില്ലായിരുന്നു. തൂക്കുമരം കാത്തു കഴിയുന്ന താൻ ആരെ പേടിക്കാൻ? ഇരുളടഞ്ഞ ഭാവിയുമായി കാട്ടിൽ കയറിയ തനിക്ക് ഈ ലോകം മുഴുവനും പുല്ലുവിലയാണ്. ഒരുത്തനെ കൊല്ലുന്നതും 9 പേരെ കൊല്ലുന്നതിനും തുല്യം. നെല്ലിത്തോട്ടത്തിലെ അവസാനത്തെ തെമ്മാടിയുടെയും തല തല്ലിയൊടിച്ചിട്ട് താൻ തിരികെ പോകും. പട്ടികളെ, തന്തയില്ല കഴിവേറികളെ, സാധുക്കളെ വേട്ടയാടുന്ന നിന്നെയല്ല ഞാനിന്ന് കൊല്ലും. റൂബിളുടെ കയ്യിൽ തൂമ്പ ഒരു ഗത പോലെ കറങ്ങി. ബ്രോക്കർ മത്തായിയുടെ കൂട്ടാളികൾ പ്രാണഭയത്തോടെ പരക്കം പാഞ്ഞു. അവർ ഉപേക്ഷിച്ചു പോയ 2 കടാരകൾ മാത്രം ചാക്കോച്ചേട്ടന്റെ മുറ്റത്ത് അനാഥമായി കിടന്നു. പിന്നെ ചതിവും വഞ്ചനയും സാമൂഹിക ദ്രോഹവും കൊണ്ട് കറുത്തുപോയ അവരുടെ ചോരത്തുള്ളികളും. അമർഷവും പ്രതികാര ചിന്തയും മൂലം ഭ്രാന്ത് കയറിയ റൂബിൾ ആ ചോര വീണ മണ്ണ് തൂമ്പാക്കി വെട്ടിയെടുത്ത് ദൂരെ എറിഞ്ഞു. കടാരികൾ രണ്ടും അടിച്ചു ചളുക്കി വകയ്ക്ക് കൊള്ളാതാക്കി. ഇനിയും വന്ന തീർച്ചയായും അവനെ എല്ലാം ഞാൻ കൊല്ലും. എന്റെ ശവം കഴുമരത്തിൽ തൂങ്ങിയാലും വേണ്ടില്ല, ഈ നാട് രക്ഷപ്പെടട്ടെ. തൂമ്പ താഴെയിട്ടിട്ട് പല്ലുകൾ അമർത്തി ഞെരിച്ച് അയാൾ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അയാളുടെ തീക്കനൽ പോലുള്ള കണ്ണുകളും വലിഞ്ഞു മുറുകിയ പേശികളും ചവിട്ടിക്കുലുക്കിയുള്ള നടത്തവും കണ്ട് ചാക്കോച്ചേട്ടൻ പോലും ഭയപ്പെട്ടു പോയി. ഉശിരുള്ളവൻ, തൻ്റെടി, എന്തടാന്ന് ചോദിച്ചാൽ ഏതടാന്ന് ചോദിക്കുന്നവൻ, ആണായി പിറന്ന ഇങ്ങനെ ഇരിക്കണം. അന്നമ്മച്ചേടത്തി ഉത്സാഹത്തോടെ ഒരു ഗ്ലാസ് ചൂടുപാൽ കൊണ്ടുവന്ന് അയാൾക്ക് കുടിക്കാൻ കൊടുത്തു. ആൻസിയും ലിൻഷിയും കണ്ണെടുക്കാതെ റൂബിളിനെ തന്നെ നോക്കുകയായിരുന്നു. അയാളുടെ വിയർപ്പൊലിക്കുന്ന നെഞ്ചും മുഖവും തുടച്ചു കൊടുക്കാനും ചുടുചുംബനങ്ങൾ കൊണ്ട് ആ ധീരനെ വീർപ്പ് മുട്ടിക്കാനും ആൻസി കൊതിച്ചു. പക്ഷേ എന്തു ചെയ്യാം?
മനസ്സിന്റെ മോഹങ്ങൾ സാധാരണ ലോകത്തിന് രുചിക്കില്ലല്ലോ. മിന്നൽ ജബ്ബാറും വാറ്റുവാസുവും നേരെ പോയത് മത്തായിയുടെ അടുത്തേക്കാണ്. ചെന്ന ചെല്ലലിന് വാസു ഇടതുകൈ വീശിയടിച്ച അടിയിൽ മത്തായിയുടെ ചെവിക്കല്ല് പോഞ്ഞു. ആ തക്കത്തിന് ജബ്ബാർ കാലുയർത്തി ഒറ്റ ചവിട്ട്. ഇരുന്ന ഇരിപ്പിൽ മത്തായി പിന്നിലേക്ക് മറിഞ്ഞു. അത് കൊള്ളാം, ഇപ്പൊ നിങ്ങൾ തമ്മിലാണോ അടി? ആ വീട്ടുകാരൻ ചോദിച്ചു. എന്താ എന്താ കാര്യം? ബ്രോക്കർ ഉരുണ്ട് പിരണ്ട് എഴുന്നേറ്റു. വെറുതെ തൊഴി മേടിക്കാനല്ലേടാ നീ ഞങ്ങളെ അവന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത്? വാസു ചോദിച്ചു. എന്റെ വലത് കൈ ഒടിഞ്ഞു, ജബ്ബാറിന്റെ തോളിൽ തകർന്നു. എന്നിട്ട് നീ ഇവിടെ സൂചിച്ചിരിക്കുക അല്ലേ? വേഗം ഞങ്ങളെ മുതുവാൻ ശങ്കരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോ, അല്ലെങ്കിൽ നിന്നെ ഇപ്പൊ ഞങ്ങൾ ശരിയാക്കും. നെല്ലിത്തോട്ടിലെ ഏക തിരുമുകാരനാണ് മുതുവാൻ ശങ്കരൻ. ഒടിഞ്ഞ നട്ടല് കൂട്ടി പിടിപ്പിക്കാൻ കഴിവുള്ള പച്ചമരുന്നുകളെ കുറിച്ച് പോലും ആ ആദിവാസിക്ക് അറിയാം. ബ്രോക്കർ മത്തായി കൂട്ടാളികളെയും വിളിച്ചുകൊണ്ട് ശങ്കരന്റെ വീട്ടിലേക്ക് നടന്നു. മിന്നൽ ജബ്ബാർ, വാറ്റുവാസു, ബ്രോക്കർ മത്തായി. നെല്ലിത്തോട് ഗ്രാമത്തിലാകെ ഭീതിയുടെ വിഷപ്പുക പരത്തി ജീവിക്കുകയായിരുന്നു ആ മൂവർ സംഘം. അവർ ക്രൂരമായി ബലാത്സംഗം ചെയ്ത യുവതികൾ നിരവധിയായിരുന്നു. അവരുടെ മർദ്ദനവും ഭീഷണിപ്പെടുത്തലുകളും സഹിച്ച് സാധുക്കൾ പൊറുതിമുട്ടിയിരുന്നു. പലരും കിട്ടിയ വിലയ്ക്ക് സ്ഥലം വിറ്റ് നാട്ടിലേക്ക് മടങ്ങി. ജബ്ബാറും വാസുവും മത്തായും റൂബിളുടെ അടിയേറ്റ് ചുരുണ്ട കഥ നെല്ലിത്തോടിനെ അമ്പരപ്പിച്ചു. പുതിയ നായകനെ ഒരു നോക്ക് കാണാനും അഭിനന്ദനങ്ങൾ അർപ്പിക്കാനും ജനം ചാക്കോച്ചേട്ടന്റെ വീട്ടിലെത്തി. ഉള്ളിൽ പേടിയുള്ളവരാണ് നമ്മളെല്ലാം. അതുകൊണ്ട് ഏത് തെമ്മാടിക്കും നമ്മളെ ഭയപ്പെടുത്താൻ കഴിയുന്നു? ആദ്യം സ്വന്തം മനസ്സിലെ പേടി മാറ്റണം, പിന്നെ സംഘടിച്ചു നിൽക്കണം. അതാണ് വേണ്ടത്. ജീവിക്കാൻ അനുവദിക്കാത്ത പോക്രികളെല്ലാം നമുക്ക് കല്ലെറിഞ്ഞു കൊല്ലണം. അവന്റെയൊക്കെ ശവം വലിച്ചു കീറി കാട്ടിലെറിയണം. റൂബിളിന്റെ തീപ്പൊരി വാചകങ്ങൾ നെല്ലിത്തോട്ടുകാരിൽ അത് തൻ്റെ ഇടത്തിന്റെ ജ്വാല ഉയർത്തി. ദേശക്കാർക്ക് നട്ടലുള്ളൊരു നേതാവിനെ കിട്ടിയിരിക്കുന്നു. പഠിപ്പുള്ളവൻ, തന്നെ പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുന്നവൻ, ദൈവഭയവും ചിന്താശക്തിയുമുള്ളവൻ. ഗ്രാമവാസികൾ ഒന്നടങ്കം റൂബിളിനെ അംഗീകരിച്ചു. ഉള്ളത് പറഞ്ഞ മത്തായിയും കൂട്ടരെയും പേടിച്ച് ഞാൻ ഇവിടം വിട്ടു പോകാനിരുന്നതാ. ഇനി പോണില്ല. മോന്റെ അഭിപ്രായം പോലെ നമുക്കൊന്ന് സംഘടിച്ച് ജീവിക്കണം. അങ്കമാലിക്കാരൻ ലോനപ്പം പറഞ്ഞു. നമുക്കിവിടെ പള്ളിക്കൂടം വേണം. കൂപ്പ് റോഡിൽ നിന്ന് ഇങ്ങോട്ടൊരു കൊച്ചു റോഡും വെട്ടണം. നയിക്കാൻ ഒരാളുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഏത് ത്യാഗത്തിനും തയ്യാറാ. പൊയ്കയിൽ ജോണിച്ചൻ തൻ്റെ മനോഗതം വ്യക്തമാക്കി. സന്ധ്യയോടടുത്തപ്പോൾ എല്ലാവരും പിരിഞ്ഞു. മോനെ റൂബിളെ, ചാക്കോച്ചേട്ടൻ വിളിച്ചു. രക്ഷിക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ നീ ഇപ്പോൾ ഞങ്ങളെയെല്ലാം രക്ഷിച്ചിരിക്കുന്നു. നിന്നോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല മോനെ. ഇതൊന്നും എൻ്റെ മിടുക്കല്ല ചാക്കോച്ചേട്ടാ. എന്തുകൊണ്ടോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് മാത്രം. എനിക്കുള്ള തോൽവിയും കുറിക്കപ്പെട്ടിട്ടുണ്ട്. സോപ്പും തോർത്തും എടുത്ത് അയാൾ മേലു കഴുകാൻ പോയി. പുരയിടത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടി ഒരു ചെറിയ അരുവി ഒഴുകുന്നുണ്ടായിരുന്നു. ഈറ്റയും മരുതിയും മറയൊരുക്കിയ കുളിക്കടവ്. അവിടെ തിട്ടലിൽ ചാരി ആൻസി നിൽക്കുന്നു. റൂബിൾ പെട്ടെന്ന് തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു. നിൽക്കൂ, അവൾ വിളിച്ചു. ആൻസി ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇനി താഴത്തെ ഓലിയിലായിക്കോളാം എൻ്റെ മേൽകഴുക്. ഞാൻ കുളിക്കാൻ വന്നതല്ല, റൂബിൾ ചേട്ടനോട് ഒരു കാര്യം പറയാൻ നിന്നതാ. ഒരു സ്വകാര്യം. സ്വകാര്യമോ? അതെന്താണ്? അയാൾ വിസ്മയത്തോടെ അവളുടെ അടുത്തേക്ക് ചെന്നു. പെട്ടെന്ന് അവളുടെ മൃദുവായ കൈത്തലം അയാളുടെ തോളിൽ അമർന്നു. ആൻസി, അമ്പരപ്പോടെ റൂബിൾ വിളിച്ചു. എനിക്കിഷ്ടമാണ്. ആദ്യ സ്പർശനത്തിന്റെ കോരിത്തെരിപ്പോടെ അവൾ മന്ത്രിച്ചു. ആൻസി, ഇതൊക്കെ തെറ്റാണ്. അയാളുടെ ശബ്ദം പതറി. സ്നേഹിക്കുന്നത് തെറ്റാണെന്ന് ഏത് വാദ്യര റൂബിൾ ചേട്ടനെ പഠിപ്പിച്ചു തന്നത്? ബ്രോക്കർ മത്തായിയെ പേടിച്ച് നടന്നവളാണ് ഞാൻ. ഇഷ്ടപ്പെട്ട പുരുഷനെ സ്വീകരിക്കാനും എനിക്ക് അവകാശമുണ്ട്. അവളുടെ അധരങ്ങൾ അയാളുടെ ചുമലിലുരുസി. അവളുടെ കൈപ്പത്തികളിലെ ചൂട് അയാളുടെ സിരകളിലേക്ക് പടർന്നു കയറി. അരുതെന്ന് പറയാനോ അകന്നു മാറാനോ അയാൾക്ക് കഴിഞ്ഞില്ല. സന്ധ്യാപ്രകാശം മലയുടെ നെറുകയിൽ മുത്തമിടുന്നു. കാടിന്റെ ഗീതം പോലെ അന്തിക്കാറ്റിന്റെ മർമരം. മരുതിൻ പൂക്കൾ വീണൊഴുകുന്ന കൊച്ചരുവി ലജ്ജാവതിയായ കന്യകയെ പോലെ. ആ അരുവിയിൽ അവരുടെ നിഴലുകൾ തമ്മിൽ അമർന്ന് ഒന്നായി. ആൻസി, ഉറക്കെ ഒരു വിളിയച്ച. അവർ ഞെട്ടിയകന്നു. ആൻസി! വീണ്ടും വിളി. അമ്മച്ചിയാണ് വിളിക്കുന്നത്, ഞാൻ പോട്ടെ. അയാളുടെ കവിളിൽ തഴുകിയിട്ട് അവൾ ഓടിയകന്നു. അരുവിയിലെ കൊച്ചോളങ്ങൾ നോക്കി റൂബിൾ ചിന്തിച്ചിരുന്നു. ഭൂതകാലം മുഴുവനും അയാളുടെ മനക്കണ്ണിന് മുമ്പിലൂടെ കടന്നുപോയി. ഒരു കൊലപാതകം ചെയ്ത് കൈകൾ കളങ്കപ്പെടുത്തി കാട്ടിലൊളിച്ചവനാണ് താൻ. പുറം ലോകത്തിന്റെ കാപട്യങ്ങൾ അറിയാത്ത ഗ്രാമീണ കന്യകയാണ് ആൻസി. അവളുടെ മോഹങ്ങൾക്ക് കൂടുതൽ വർണ്ണങ്ങൾ നൽകുന്നത് ഒട്ടും ശരിയല്ല. ഇന്നല്ലെങ്കിൽ നാളെ താൻ പോലീസ് കസ്റ്റഡിയിലാവും. ഒരു കൊലയാളിയായിരുന്നു തങ്ങൾ ഇത്ര നാളും ആരാധിച്ചതെന്ന സത്യം നെല്ലിത്തോട് നിവാസികൾ അറിയും. ചാക്കോച്ചേട്ടനും അന്നമ്മച്ചേട്ടത്തിയും ആ സത്യത്തിനു മുമ്പിൽ അന്താളിച്ചു നിൽക്കും.
അനുരാഗത്തിന്റെ പുതുമലരുകളുമായി എത്തിയ ആൻസിയും മുഖം തിരിക്കും. കൊലയാളി. എന്തൊക്കെ ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നാലും ശരി, സമുദായം അവനെ അംഗീകരിക്കില്ല. റൂബിളിന്റെ നെറ്റി വിയർത്തു. ഇരുൾ പരന്നതും രാപ്പക്ഷികൾ പാടിത്തുടങ്ങിയതും അറിയാതെ അയാൾ അവിടെ തന്നെ ഇരുന്നു. ഈ പട്ടിക്കാട്ടിലായതുകൊണ്ട് ഒരു പത്രം കാണാൻ പോലും നിവൃത്തിയില്ല. പോലീസിന്റെ നീക്കം ഏതു വഴിക്കായിരിക്കും? സംശയത്തിന്റെ പേരിൽ അവർ പല നിരപരാധികളെയും ലോക്കപ്പിലിട്ട് മർദ്ദിച്ചിരിക്കും. ആ സാധുക്കളുടെ ഒക്കെ ശാപം തന്റെ തലയിൽ വീഴും. തന്റെ ഈ ഒളിച്ചു താമസം അവസാനിപ്പിക്കണം. റൂബിൾ ഓർത്തു. എങ്ങനെയെങ്കിലും റീന ചേച്ചിയെയും ഡേസിയെയും കണ്ടുപിടിക്കണം. അവരോട് സംഭവങ്ങൾ തുറന്നു പറഞ്ഞിട്ട് പോലീസിൽ ഹാജരാകണം. ഡോക്ടർ രാജീവിനോടും കാര്യങ്ങൾ വിശദമാക്കണം. നിയമപരമായ നടപടികൾക്ക് രാജീവ് സഹായിക്കും. നാളെ തന്നെ ചാക്കോച്ചേട്ടനോടും കുടുംബത്തിനോടും യാത്ര പറയണം. ബന്ധങ്ങൾക്ക് കൂടുതൽ ആഴമുണ്ടായാൽ വേർപാട് അസാധ്യമായി തീരും. മോനെ റൂബിളെ, ചാക്കോച്ചേട്ടന്റെ ശബ്ദം ടോർച്ച് വെട്ടം അടുത്തെത്തി. നേരം കുറെ ആയിട്ടും ആളിനെ കാണുന്നില്ല. ഒന്ന് നോക്കാമെന്ന് കരുതി ഞാൻ ഇറങ്ങിയതാണ്. പലതും ആലോചിച്ചിരുന്ന് നേരം പോയത് അറിഞ്ഞില്ല ചാക്കോച്ചേട്ടാ. ഒരു ജോലി ശരിയാക്കി തരാമെന്ന് ഒരാൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. നാളെ അവിടെ വരെ ചെന്ന് അയാളെ ഒന്ന് കാണണം. തൂമ്പ പിടിച്ചും വെയിൽ കൊണ്ടും ഞാൻ മടുത്തു. അതിന്റെ കാര്യം പറയാനും കൂടിയാ റൂബിളെ ഞാൻ ഇങ്ങോട്ട് വന്നത്. നാളെ മുതൽ തൂമ്പ എടുക്കണ്ട. താഴത്തെ കണ്ടത്തിൽ നമുക്കൊരു ഷെഡ് വെക്കാം. കുറഞ്ഞത് 50 പിള്ളേരെങ്കിലും പഠിപ്പിക്കാൻ കിട്ടും. ആളൊന്നുക്ക് പ്രതിമാസം 20 രൂപ ഫീസ്. 2 കൊല്ലം കൊണ്ട് മോന് രക്ഷപ്പെടാം. അത് നല്ല പദ്ധതിയാ. എന്നാലും നാളെ ഞാനൊന്ന് പോയിട്ട് വരാം. ഗവൺമെന്റ് ജോലിക്ക് ശ്രമിക്കുന്നതും കൂടുതൽ നല്ല കാര്യമല്ലേ? ശമ്പളം കുറവായാലും ജീവിതത്തിനൊരു സുരക്ഷിതത്വ ബോധം ഉണ്ടാവുമല്ലോ. അതും ഒരു കണക്കിന് ശരിയാ, ചാക്കോച്ചേട്ടൻ സമ്മതിച്ചു. അരുവിക്കരയിൽ അവർ വളരെ നേരം സംസാരിച്ചിരുന്നു. തണുത്ത കാറ്റ് വീശി. മാനത്ത് നക്ഷത്രങ്ങളുടെ മുഖം മറച്ച് കരിമേഘങ്ങൾ നിരക്കുന്നു. മഴ പെയ്യുമെന്ന് തോന്നുന്നു, റൂബൽ പറഞ്ഞു. അയാൾ വേഗം അരുവിയിലിറങ്ങി മേല് കഴുകി. വീട്ടിലേക്ക് മടങ്ങുമ്പോഴും ഭാവി കാര്യങ്ങളെ പറ്റിയായിരുന്നു ചാക്കോച്ചേട്ടന്റെ സംസാരം. കുരിശുവരെയും കഴിഞ്ഞ് ഞങ്ങൾ എത്ര നേരമായി കാത്തിരിക്കുന്നു. വല്ലാത്തൊരു കുളി തന്നെ ഇത്, ലിൻഷി പറഞ്ഞു. ആൻസി ഒരു കള്ളച്ചിരിയോടെ നിഴൽപ്പാടിൽ മറഞ്ഞു നിൽക്കുകയായിരുന്നു. റൂബിളിന്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് നാണമായിരുന്നു. ലിൻഷിയാണ് അത്താഴം വിളമ്പിയത്. അവളുടെ സുഭഗമായ ശരീരത്തിന്റെ ലഹരിയേറ്റുന്ന ഗന്ധം റൂബിളിനെ വട്ടമിട്ടു നിന്നു. അയാൾ ആകെ അസ്വസ്ഥനായി. ഊണ ഇടയ്ക്ക് വെച്ച് നിർത്തി റൂബിൾ എഴുന്നേറ്റു. എന്താ മോനെ, കറികളൊന്നും കൊള്ളില്ലേ? അന്നമ്മ ചേർത്തി ചോദിച്ചു. കറികളൊക്കെ ഒന്നാം തരം, പക്ഷേ എനിക്ക് വിശപ്പ് തോന്നുന്നില്ല. നാളെ ആകട്ടെ റൂബിൾ ചേട്ടാ, ഉഗ്രം മപ്പാസ് വെച്ചുതരാം, ലിൻഷി പറഞ്ഞു. പെട്ടെന്ന് കൈ കഴുകി അയാൾ കിടക്കുമുറിയിലെത്തി. ക്ഷണിക്കപ്പെടാതെ കയറി ചെന്ന് സദ്യ ഉണ്ണുന്നവന്റെ ആത്മനിന്ദയായിരുന്നു റൂബിളിന്. പുറത്ത് മഴ ആരംഭിച്ചിരുന്നു. അയാൾ കഥകടച്ച് കൊടുത്തിട്ടു. പിന്നെ വിളക്കണച്ച് കിടന്നു. ഉറങ്ങാൻ കഴിയാതെ ചിന്തകളിൽ കുടുങ്ങി അയാൾ രാവിന്റെ വിനാഴികകൾ തള്ളി നീക്കി. നേരം പുലർന്നാൽ ഉടനെ സ്ഥലം വിടണം. ഇവിടെയുള്ള ജീവിതം ഒരു ദ്രോഹമായി തീരും. ചാക്കോച്ചേട്ടനോടും അന്നമ്മ ചേർത്തിയോടുമുള്ള ദ്രോഹം. മണിക്കൂറുകൾ കടന്നുപോയി. നേരം പാതിരാവായി. മഴയുടെ ശക്തി കുറഞ്ഞു. ഇടിമുഴക്കങ്ങൾ അകലെ എങ്ങോ മുരൾച്ചകളായി മാറിയിരിക്കുന്നു. അപ്പോൾ വെളിയിൽ നിന്ന് ആരോ വാതിലിൽ മുട്ടി. റൂബിൾ പെട്ടെന്ന് എഴുന്നേറ്റു. ഇരുളിലൂടെ അയാൾ വാതിലിന് നേർക്ക് നടന്നു. റൂബിൾ വാതിൽ തുറന്നു. ഈറൻ കാറ്റ് മുറിക്കുള്ളിലേക്ക് അടിച്ചു കയറി. കൂരിരുട്ടിൽ അപ്പോഴൊരു ക്ഷീണിച്ച മിന്നൽ വെളിച്ചം പകർന്നു. വെളിയിൽ നിന്ന രൂപത്തെ അയാൾ തിരിച്ചറിഞ്ഞു. ആൻസി. ഞാനിത് പ്രതീക്ഷിച്ചിരുന്നതാണ്. റൂബിളിന്റെ നീരസം കലർന്ന വാക്കുകൾ. എന്നോട് ക്ഷമിക്കണം, എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, അപരാധഭാവത്തിൽ ആൻസി പറഞ്ഞു. ആരവത്തോടെ മഴ വീണ്ടും പെയ്യാൻ തുടങ്ങി. നനഞ്ഞ മരക്കൊമ്പിലിരുന്ന് പാതിരാ പക്ഷികൾ ഉറക്കെ കരയുന്നു. അന്ധകാരത്തിന്റെ ആഴത്തിലെങ്ങോ ഒരു നിലവിളി ചുറ്റി നടക്കുന്നത് പോലെ റൂബിളിന് തോന്നി. കൊല്ലപ്പെട്ട അവറാച്ച മുതലാളിയുടെ ആത്മാവാണ് അങ്ങനെ നിലവിളിക്കുന്നത്. ദുഷ്ടനായിരുന്നെങ്കിലും അയാളുടെ ജീവൻ എടുക്കേണ്ടിയിരുന്നില്ല. കൊലപാതകത്തിലൂടെ താൻ അയാളുമായി പാപം പങ്കുവച്ചിരിക്കുന്നു. ഓർമ്മകളിൽ മനസ്സ് മരവിച്ച റൂബിൾ ഒരു ശില പോലെ നിന്നു. ആ ശിലയിൽ ആൻസിയുടെ കൈവിരലുകൾ പരതി നടന്നു. വികാരവതിയായ അവൾ തളിരിൽ വീണ ഹിമങ്കടം പോലെ അയാളിലേക്ക് ഇഴുകിച്ചേർന്നു. രാത്രിയും മഴയും ചേർന്ന് മറയൊരുക്കിയ സമാഗമം. ഞാൻ ആരാണെന്ന് നീ അറിയുന്നില്ല മോളെ. എനിക്കതാണ് സങ്കടം, ആത്മവേദനയോടെ അയാൾ പുലമ്പി. ആരുമായിക്കൊള്ളട്ടെ, എനിക്കിഷ്ടാണ്. എന്നെ വിട്ടു പോകരുത്, എന്നെ വെറുക്കരുത്. അവൾ അയാളുടെ മാറിൽ തലചായ്ച്ചു നിന്നു. നിമിഷങ്ങൾ നീങ്ങി. രാവിന്റെ അന്ത്യാമം. ആൻസി പോയി കഴിഞ്ഞിട്ടും റൂബിൾ വാതിൽക്കൽ തന്നെ നിന്നു. മധുരമായ ഒരാലസ്യത്തിൽ അമർന്നിരിക്കുകയാണ് മനസ്സ്. പക്ഷേ ബുദ്ധി പുതിയ ന്യായീകരണങ്ങളും വാദഗതികളുമായി യുദ്ധത്തിനിറങ്ങിയിരിക്കുന്നു.
ആരെയും അറിയിക്കാതെ രാത്രിയിൽ തന്നെ സ്ഥലം വിട്ടാലോ എന്ന് പോലും അയാൾ ആലോചിച്ചു പോയി. എന്തായാലും നേരം വെളുക്കട്ടെ, ജോലിയുടെ കാര്യം പറഞ്ഞ് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. വാതിലടച്ച് അയാൾ കിടന്നു. ഒരു അപസർപ്പക കഥ പോലെയായിരിക്കുന്നു തൻ്റെ ജീവിതം. ആകസ്മികവും അവിശ്വസനീയമായ സംഭവങ്ങൾ. റീന ചേച്ചിയും ജെയ്സിയും എവിടെയാണ്? ആരാണ് അവർക്ക് അഭയം നൽകിയത്? ആലോചിച്ചു കിടന്ന് അയാൾ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ ലോനപ്പൻ വന്ന് അയാളെ വിളിച്ചുണർത്തി. ലോനപ്പനോടൊപ്പം നെല്ലിത്തോട്ടിലെ ഭൂരിപക്ഷം ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു. ആ റോഡിന്റെ പണി നമുക്ക് ഇന്ന് തുടങ്ങണം. ഈ നാട്ടുകാർ മുഴുവനും നമ്മുടെ പിന്നിൽ കാണും. ഇന്ന് തുടങ്ങിയാൽ പറ്റില്ല ലോനപ്പൻ ചേട്ടാ, എനിക്ക് ഒരു സ്ഥലം വരെ പോകണം. ഒരു ജോലിക്കാര്യത്തിനാണ്. ആദ്യം റോഡ്, പിന്നെയാകാം ജോലി അന്വേഷണം. ഒരുമിച്ച് നിൽക്കാനും നാടിനു വേണ്ടി അധ്വാനിക്കാനും ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് റൂബിളാണ്, അത് മറക്കരുത്. കുറെ തർക്കിച്ചു നോക്കി, രക്ഷയില്ല. അവസാനം റൂബിൾ സമ്മതിച്ചു. നെല്ലിത്തോട്ടിൽ ഉത്സവകാലം. ആളുകൾ ആർപ്പിട്ട് പണിക്കിറങ്ങി. കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ. പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള അധ്വാനം. അതിശയകരമായിരുന്നു അതിന്റെ ഫലം. 2 ആഴ്ച കൊണ്ട് കൂപ്പ് റോഡിലേക്ക് ഒരു ചെമ്മൺ പാത തീർന്നു. തോണിക്കയത്തിൽ നിന്നും ആദ്യത്തെ ജീപ്പ് നെല്ലിത്തോട്ടിലെത്തി. തോണിക്കയം പള്ളിയിലെ വികാരി ഫാദർ ജെയ്സൺ ആയിരുന്നു പ്രധാന യാത്രികൻ. രണ്ടാമത് റൂബിൾ. പിന്നെ ചാക്കോച്ചേട്ടനും ലോനപ്പനും ജോണിച്ചനും ഒക്കെ. ലോനപ്പൻ സംഭാവന ചെയ്ത ഭൂമിയുടെ നടുവിൽ ഫാദർ ജെയ്സൺ ഒരു കൽക്കുരിശ് നാട്ടി സ്ഥലം വെഞ്ചരിച്ചു. നെല്ലിത്തോടിന് തനതായുള്ള പള്ളിയുടെ രൂപരേഖ അവിടെ ഉരുത്തിരികയായിരുന്നു. തൽക്കാലം ഒരു ചെറിയ മന്ദിരം. ഫാദർ ജെയ്സൺ ആഴ്ചയിലൊരിക്കൽ വന്ന് ദിവ്യബലിയും കുർബാനയും നടത്തും. പിന്നെ ക്രമേണ നടപടികൾ വിപുലപ്പെടുത്തണം. 1 മാസത്തെ തീവ്രയത്നം കൊണ്ട് ആ ചെറിയ ആരാധനാലയം യാഥാർത്ഥ്യമായി തീർന്നു. ഉദ്ഘാടനവും കുർബാനയുടെ ആരംഭവും. നെല്ലിത്തോടിന്റെ പ്രശാന്തമായ അന്തരീക്ഷത്തിന് പരിശുദ്ധിയേറ്റിക്കൊണ്ട് പള്ളിമണി മുഴങ്ങി. മാലാഖമാരുടെ മന്ദഹാസം പോലെ വെൺപൂക്കൾ നിറഞ്ഞ അൾത്താര. ചാക്കോച്ചേട്ടനും കുടുംബവും പള്ളിയിലേക്ക് പോകാൻ ഒരുങ്ങിയിറങ്ങി. റൂബിൾ ഒരാഴ്ചയായിട്ട് രാപ്പകൽ പള്ളിയിൽ തന്നെയാണ്. ഒരു ഗായക സംഘം രൂപവൽക്കരിക്കുന്നതിനുള്ള തിരക്കിലാണ് അയാൾ. എല്ലാവരുടെയും മുഖങ്ങളിൽ തെളിഞ്ഞ മന്ദഹാസത്തിന്റെ തിളക്കം. റൂബിളിനെ ഒന്ന് അടുത്ത് കാണാനും സംസാരിക്കാനും ആൻസിയും ലിൻഷിയും ഒരുപോലെ കുതിച്ചു. പക്ഷേ അയാൾക്ക് ചുറ്റും സദാസമയവും പള്ളിപ്രവർത്തകരുടെ ഒരു സംഘം നടക്കുന്നുണ്ട്. കുർബാന ആരംഭിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമീൻ. സമയം നീങ്ങി. ദിവ്യബലി സമാപിച്ചു. നല്ല ഇടയന്റെ ഉപമ ഉദ്ധരിച്ചുകൊണ്ട് ഫാദർ ജെയ്സൺ ദീർഘനേരം പ്രസംഗിച്ചു. ചടങ്ങുകളെല്ലാം തീർന്നു. ആളുകൾ പിരിഞ്ഞു തുടങ്ങി. റൂബിൾ പള്ളിയിൽ തന്നെ നിന്നു. ചാക്കോച്ചേട്ടനും ഭാര്യയും മക്കളും അയാളോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് നടന്നു. ആൻസിയും ലിൻഷിയുമായിരുന്നു മുന്നിൽ. ഭർത്താവിനോട് സംസാരിച്ചുകൊണ്ട് അന്നമ്മച്ചേട്ടത്തി പുറകെ. റൂബിള് വന്നത് നമ്മുടെ നാടിന്റെ ഭാഗ്യം. എന്തെല്ലാം ഗുണങ്ങളാണ് അവൻ ചെയ്തു തന്നത്, ചാക്കോച്ചേട്ടൻ പറഞ്ഞു. ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കൊള്ളുകയില്ലാത്തവനായിരിക്കുമെന്ന്. പക്ഷേ പുറം പോലെ തന്നെ അഴകുള്ളതാണ് അവന്റെ മനസ്സും. അന്നമ്മച്ചേട്ടത്തിയുടെ വാക്കുകൾ. എന്തായാലും അന്ന് നിന്റെ വാക്കുകേട്ട് റൂബിളിനെ ഉപേക്ഷിക്കാഞ്ഞത് ദൈവത്തിന്റെ നേര്. അവർ പള്ളിയിൽ നിന്നും കുറച്ച് അകലെയായി. എന്നാലും മുമ്പിലും പിന്നിലും ആളുകളുണ്ട്. വഴിയോരത്തെ വാഴക്കൂട്ടത്തിന്റെ മറവിൽ അവരെ പ്രതീക്ഷിച്ച് ഒരാൾ നിറതൂക്കുമായി നിൽപ്പുണ്ടായിരുന്നു. ബ്രോക്കർ മത്തായി. ലൈസൻസില്ലാത്ത ആ നാടൻ തോക്ക് സംഘടിപ്പിക്കാനും പരിശീലനം നേടാനും മത്തായി കുറച്ചൊന്നുമല്ല പാടുപെട്ടത്. ആൻസിയോടുള്ള അയാളുടെ പക ഭയങ്കരമായി കത്തിക്കാളിയിരുന്നു. ആൻസി മറ്റൊരുവന്റെ സ്വന്തമാകുന്നതിനെക്കുറിച്ച് മത്തായിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അവളുടെ സൗന്ദര്യം കണ്ട് അയാൾ വല്ലാതെ ഭ്രാന്തനായി പോയിരുന്നു. അവളെ പ്രാപിക്കാൻ കഴിയാത്ത വൈരാഗ്യത്തിൽ സർവ്വതും നശിപ്പിക്കാനുള്ള വാശിയായിരുന്നു അയാൾക്ക്. ലാവണ്യം വഴിയുന്ന ആ 2 സഹോദരിമാരും കഥയറിയാതെ ചിരിച്ച് രസിച്ച് നടന്നെടുത്തു. ഇടി വഞ്ചകി! ബ്രോക്കർ മത്തായി അലറി വിളിച്ചു. ആൻസിയും ലിൻഷിയും ഞെട്ടി മുഖമുയർത്തി. ആ നരാധമൻ തൽക്ഷണം തോക്കിന്റെ കാഞ്ചി വലിച്ചു. ഠേ! പരിസരം നടുക്കിക്കൊണ്ട് വെടിപൊട്ടി. പക്ഷേ മത്തായിയുടെ ഉന്നം പിഴച്ചു. ലിൻഷിയുടെ നെഞ്ചിലേക്കാണ് വെടിയുണ്ട തുളഞ്ഞു കയറിയത്. പ്രാണവേദനയോടെ ഉറക്കെ നിലവിളിച്ച് അവൾ മാറിൽ കൈയമർത്തി. അവളുടെ വിരലുകൾക്കിടയിലൂടെ ചോര ചീറ്റിയിറങ്ങി. അയ്യോ, എന്റെ പൊന്നുമോളെ കൊന്നേ! അലറിക്കരഞ്ഞുകൊണ്ട് ചാക്കോച്ചേട്ടനും അന്നമ്മച്ചേട്ടത്തിയും ഓടിയെത്തി. ശബ്ദമെടുക്കാനാവാതെ സ്തംഭിച്ചു നിന്ന ആൻസി ഞെട്ടി ഉണർന്നു. കരളിലിരിക്കുന്ന ഒരാർത്തനാദത്തോടെ അവൾ ലിൻഷിയെ താങ്ങിപ്പിടിച്ചു. വെടിവെച്ച കേട്ട് ആളുകൾ ഓടിക്കൂടുന്നത് കണ്ട് ബ്രോക്കർ മത്തായി അസ്ത്രവേഗത്തിൽ പാഞ്ഞു. പക്ഷേ അയാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ജനം അയാളുടെ പിന്നാലെ തിരിച്ചു. എറിഞ്ഞു വീഴ്ത്തടാവനെ! ഒരാൾ വിളിച്ചു പറഞ്ഞു. അടുത്ത നിമിഷം കല്ലുകൾ മൂളി വന്ന് മത്തായിയുടെ ദേഹത്ത് വീണു. ഏറുകൊണ്ടിട്ടും ആ കൊലയാളിയുടെ കാലുകൾക്ക് വേഗത കുറഞ്ഞില്ല.
കല്ലും മുള്ളും പാറക്കെട്ടുകളും താണ്ടി അയാൾ മുമ്പോട്ട് കുതിച്ചു. കണ്ണിൽ കണ്ട വഴികളിലൂടെയെല്ലാം അയാളുടെ പാദങ്ങൾ അതിദ്രുതം ചലിച്ചു. ആളുകൾ കൂടുതൽ വാശിയോടെ മത്തായിയെ വേട്ടയാടി. അവരുടെ ഏറുകൾ ലക്ഷ്യം പിഴയ്ക്കാതെ ആ നരാധമന്റെ ശരീരത്തിൽ പതിച്ചു. മത്തായി കാലിടറി വീണു. അയാളുടെ കയ്യിലിരുന്ന നാടൻ തോക്ക് പിടിവിട്ട് തെറിച്ചുപോയി. വീണ്ടും അയാൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നതിന് മുമ്പ് ജനക്കൂട്ടം അടുത്തെത്തി. ഇടിച്ചു സൂപ്പാക്കട അവനെ, അവന്റെ കാല് വലിച്ചു കീറടാ, ആ കണ്ണു കുത്തിപ്പൊട്ടിക്ക്. വന്നവർ മത്തായിയുടെ നെഞ്ചു നോക്കി ചവിട്ടി. ഒരിക്കൽ ബ്രോക്കർ മത്തായിയുടെ പേര് കേട്ടാൽ പോലും പേടിച്ചു വിറച്ചിരുന്നവർ അയാളെ ക്രൂരമായി തല്ലി ചതച്ചു. അയാളുടെ മുഖത്ത് കാറിത്തുപ്പി. മത്തായിയുടെ മൂക്കിലും വായിലും ചോരച്ചാലുകൾ തെളിഞ്ഞു. കണ്ണും മുഖവും വിങ്ങി. മതി, ഇനി അടിച്ചാൽ അവൻ ചത്തുപോകും. ആളുകൾ മർദ്ദനം നിർത്തി. ഒരാൾ മത്തായിയുടെ ഉടുമുണ്ട് അഴിച്ചെടുത്തു. മറ്റൊരാൾ ആ ദ്രോഹിയുടെ കൈകൾ പിന്നിലേക്ക് പിടിച്ചു വെച്ചു. മൂന്നാമതൊരാൾ ആ മുണ്ടിന്റെ ഒരു ഭാഗം കീറിയെടുത്ത് മത്തായിയുടെ കൈകൾ ബന്ധിച്ചു. ഇനി ഇവനെ പോലീസിൽ ഏൽപ്പിക്കണം. ജെട്ടിയിൽ നാണമൊതുക്കിയ മത്തായിയെ ജനക്കൂട്ടം മുമ്പോട്ട് നടത്തി. പള്ളിയിൽ ഓടിയെത്തി ചിലർ റൂബിളിനെയും ഫാദർ ജെയ്സനെയും വിവരം ധരിപ്പിച്ചിരുന്നു. വൈദികൻ വന്ന ജീപ്പ് നിമിഷങ്ങൾക്കുള്ളിൽ ലിൻഷിയെയും വഹിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. റൂബിളും ലോനപ്പനും ജോണിച്ചനും എല്ലാം വണ്ടിയിലുണ്ട്. അന്നമ്മച്ചേട്ടത്തിയും ആൻസിയും അടുത്തടുത്തിരുന്ന് ലിൻഷിയെ മടിയിൽ കിടത്തിയിരിക്കുകയാണ്. സർവ്വ പ്രതീക്ഷകളും തകർന്നതുപോലെ ചാക്കോച്ചേട്ടൻ പൊട്ടിക്കരയുന്നു. 20 മൈൽ അകലെയാണ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ. ചെറുപ്പക്കാരനായ ഡ്രൈവർ പരമാവധി വേഗതയിലാണ് വണ്ടി ഓടിക്കുന്നത്. എന്നിട്ടും ഫാദർ ജെയിംസനും റൂബിളും ഒരുപോലെ പറഞ്ഞുകൊണ്ടിരുന്നു, വേഗം വിട്, വേഗം, ഒരു നിമിഷം പോലും താമസിക്കരുത്. ആശുപത്രിയിലെത്തി. ലിൻഷിയെ താങ്ങിയെടുത്തുകൊണ്ട് റൂബിളും ലോനപ്പനും അത്യാഹിത വിഭാഗത്തിലേക്ക് ഓടിക്കയറി. ഫാദർ ജെയ്സൺ പെട്ടെന്ന് ഡോക്ടറുമായി ബന്ധപ്പെട്ടു. ചീഫ് കാർഡിയോളജിസ്റ്റും മറ്റു വിദഗ്ധരും സ്ഥലത്തെത്തി. അടുത്ത ക്ഷണം ലിൻസിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി. സംഭവിച്ചുപോയ ദുരന്തത്തിന്റെ വേദനയും മരവിപ്പുമായി ബന്ധുക്കൾ നിമിഷങ്ങൾ എണ്ണി കാത്തിരുന്നു. കരഞ്ഞു തളർന്ന അന്നമ്മച്ചേർത്തി അബോധാവസ്ഥയുടെ വക്കിലാണ്. ചാക്കോച്ചേട്ടനും മാനസിക്കും മിണ്ടാൻ പോലും ശക്തിയില്ല. ചുടുകണ്ണീരോടെ എല്ലാവരും ലിൻഷിയുടെ ജീവനു വേണ്ടി നിശബ്ദമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉത്കണ്ഠ തിങ്ങിയ നിമിഷങ്ങൾ. ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ നിന്ന് ആശങ്കാകുലരായ ബന്ധുക്കൾ ദൈവത്തിന്റെ കാരുണ്യത്തിനായി കരഞ്ഞു പ്രാർത്ഥിച്ചു. ചാക്കോച്ചേട്ടനും അന്നമ്മച്ചേട്ടത്തിയും ആൻസിയും റൂബിളും എല്ലാം ഒരേ അപേക്ഷയുടെ ആവർത്തനത്തിൽ മുഴുകി. നീതിമാനായ പിതാവേ, ഞങ്ങൾ ലിൻഷിയെ വിട്ടുതരണമേ. പകരം ഞങ്ങൾ ആരെ വേണമെങ്കിലും അവിടുന്ന് വിളിച്ചോണമേ. ദുഃഖം കനത്തു നിൽക്കുന്ന സെക്കൻഡുകൾ ഇഴഞ്ഞു നീങ്ങി. നെഞ്ചുലയ്ക്കുന്ന തേങ്ങലുകൾ, നെടുവീർപ്പിന്റെ അലകൾ. അവസാനം ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിൽ തുറക്കപ്പെട്ടു. പ്രധാന ഡോക്ടർ പുറത്തു വന്നു. തളർച്ച വളർന്ന് ചാക്കോച്ചേട്ടനും അന്നമ്മച്ചേട്ടത്തിയും ഓടിച്ചെന്നു. ഒപ്പമുണ്ടായിരുന്ന മറ്റുള്ളവരും. ഡോക്ടർ, എൻ്റെ മകൾ. കരച്ചിലടക്കി ചാക്കോച്ചേട്ടൻ ചോദിച്ചു. ഐ ആം സോറി, ആ കുട്ടി രക്ഷപ്പെട്ടില്ല. നിങ്ങൾ വളരെ വൈകിപ്പോയതാണ് കാരണം. ഒരു ദീർഘനിശ്വാസത്തോടെ ഡോക്ടർ പറഞ്ഞു. അദ്ദേഹം തലകുനിച്ച് നടന്നകന്നു. എൻ്റെ പൊന്നു മോളെ! ഹൃദയം പൊട്ടുന്ന സങ്കടത്തോടെ മാതാപിതാക്കൾ വാവിട്ട് നിലവിളിച്ചു. ഫാദർ ജെയ്സൺ അവരെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു. ആൻസിയുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി. കാൽക്കീഴിൽ നിന്നും ഭൂമി വഴുതിപ്പോകുന്നു. നിൽക്കാൻ ശേഷിയില്ലാതെ അവൾ ചാരുബെഞ്ചിലേക്ക് വീണു. ഏതാനും നിമിഷങ്ങൾ മിണ്ടാനാവാത്ത അവസ്ഥ. പിന്നെ അവൾ പരിസരം മറന്ന് പൊട്ടിക്കരഞ്ഞു. എൻ്റെ പൊന്നനുജത്തി, എൻ്റെ പ്രിയപ്പെട്ടവളെ! നമ്മൾ ഒരുമിച്ചെടുത്ത് കോർത്തെടുത്ത മോഹങ്ങളും സ്വപ്നങ്ങളും, നമ്മൾ മനസ്സിലൊരുക്കിയ കല്യാണ നാളുകൾ എന്നെ തനിച്ചാക്കിയിട്ട് നീ പോയിക്കളഞ്ഞല്ലോ മോളെ. സ്തബ്ധനായ റൂബിൾ ശബ്ദിക്കാൻ ശക്തിയില്ലാതെ ചുവരിൽ ചാരി നിന്നു. അയാളുടെ കണ്ണുകൾ തുളുമ്പി ഒഴുകി. പിതാവേ, നീ എനിക്ക് ദുഃഖത്തിന്റെ കൈപ്പുനീരാണല്ലോ എവിടെയും ഒരുക്കി വെച്ചിരിക്കുന്നത്. ദീനരെയും ദുഷ്ടരെയും തലോടിയ നീ എന്തുകൊണ്ടാണ് എന്നെ മാത്രമായി ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? സ്ട്രക്ചറിൽ കിടത്തി ലിൻഷിയുടെ മൃതദേഹം വെളിയിൽ കൊണ്ടുവന്നു. അന്നമ്മച്ചടത്തി ഒരു ഭ്രാന്തിയെ പോലെ മകളുടെ മേൽ വീണു. അനുജത്തിയെ കെട്ടിപ്പിടിച്ച് ആൻസി പാദം പറഞ്ഞ് കരഞ്ഞു. ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് പോലീസ് പാർട്ടി ആശുപത്രിയിലെത്തി. കാക്കിധാരികളുടെ ജീപ്പ് കണ്ണിൽപ്പെട്ടതും റൂബിൾ പെട്ടെന്ന് തെന്നിമാറി. മറ്റു വാർഡുകളിലൂടെ അയാൾ അകലേക്ക് നടന്നു. ഈ സന്ദർഭത്തിൽ പോലീസ് കസ്റ്റഡിയിലായാൽ ഒരു കടം ബാക്കിയാവും. ബ്രോക്കർ മത്തായിയോട് കണക്ക് തീർക്കാനുണ്ട്. നിയമം അവനെ വെറുതെ വിട്ടാലും തന്റെ ശിക്ഷ അവനെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റാം. മേലിൽ അവൻ മറ്റാരുടെയും നേർക്ക് തോക്കുയർത്തരുത്. കരയുന്ന ബന്ധുക്കളിൽ നിന്നും സാക്ഷിമൊഴിയെടുക്കാൻ പോലീസിന് വല്ലാതെ വിഷമിക്കേണ്ടി വന്നു. എൻ്റെ മോളെ ആ ദ്രോഹി കൊന്നു. ഇനി എന്തിനാ ഈ എഴുത്തും കുത്തുമൊക്കെ? ചാക്കോച്ചേട്ടൻ അരിശത്തോടെ ചോദിച്ചു. അയാൾ ദ്രോഹിയാണെന്നും നിങ്ങളുടെ മകളെ ഉപദ്രവിക്കാറുണ്ടെന്നും നേരത്തെ എന്തുകൊണ്ട് നിങ്ങൾ പോലീസിൽ അറിയിച്ചില്ല? ഇൻസ്പെക്ടറുടെ മറുചോദ്യം. ഓ,
അറിയച്ചാൽ ഇപ്പം കുറെ വിശേഷമാ. മത്തായിയെ നിങ്ങളെല്ലാം കൂടെ മൂക്കിൽ കയറ്റി വലിച്ചേനെ, അന്നമ്മച്ചേർത്തി പറഞ്ഞു. ആ സ്ത്രീയുടെ കൂർത്ത നോട്ടം ഇൻസ്പെക്ടറുടെ മുഖത്ത് തറഞ്ഞു നിന്നു. അന്നമ്മേ, ആവശ്യമില്ലാതെ എതിർത്ത് സംസാരിക്കരുത്. ഇതൊക്കെ നിയമത്തിന്റെ ഭാഗമാണ്. അത് മുറ പോലെ നടക്കണം. ഫാദർ ജെയ്സൺ ഇടപെട്ട് കാര്യങ്ങൾ സുഗമമാക്കി. ഡെഡ് ബോഡിയുടെ മെഷർമെന്റും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും കിട്ടിക്കഴിഞ്ഞപ്പോൾ നിയമപാലകർ സംഭവ സ്ഥലത്തേക്ക് പുറപ്പെടാൻ തയ്യാറായി. നിങ്ങളും ഞങ്ങളോടൊപ്പം വരണം. സ്പോട്ട് കാണിച്ചു തരണം. പിന്നെ മറ്റു ഡീറ്റെയിൽസും, എസ് ഐ പറഞ്ഞു. ഞാൻ എൻ്റെ മോളെ കൂട്ടിയേ വരത്തുള്ളൂ, ചാക്കോച്ചേട്ടൻ എതിർത്തു. സർ, നിങ്ങൾ പോയിക്കോളൂ. ഞാൻ ഇവരെയും കൊണ്ട് പുറകെ വന്നോളാം, ഫാദർ ജെയ്സൺ പറഞ്ഞു. താങ്ക്സ് ഫാദർ. ഇൻസ്പെക്ടറും പോലീസുകാരും യാത്ര തിരിച്ചു. ചാക്കോച്ചേട്ടനും അന്നമ്മച്ചേട്ടത്തിയും ആൻസിയും അച്ഛൻ്റെ നിർബന്ധം പോലും വണ്ടിയിൽ കയറി. റൂബിളെ, റൂബിളെ, ഫാദർ ജെയ്സൺ വിളിച്ചു. റൂബിൾ അവിടെ എങ്ങുമില്ല. ചേടാ സൂക്ഷ്മ, ഈ സമയത്ത് അയാൾ എവിടെ പോയി? അച്ഛൻ അതിലെല്ലാം ഒന്ന് ചുറ്റി നടന്നു. ആളിനെ എങ്ങും കണ്ടില്ല. നോവലിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി. നാളെ കാണാം.